യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കു പടിഞ്ഞാറൻ അറ്റ്ലാന്റിക് സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് പോർച്ചുഗൽ. ഫുട്ബോൾ ഒരുപാട് ചരിത്രങ്ങളോ ഇതിഹാസ കഥകളോ പറയാൻ അവർക്കില്ല. അതേ പോർച്ചുഗൽ മണ്ണിൽ ഒരുവൻ പിറവി കൊള്ളുന്നു. അയാളുടെ ജീവചരിത്രം ഇനിയും പറയേണ്ടതില്ലല്ലോ. പോർച്ചുഗലിന് വേണ്ടി ബൂട്ട് കെട്ടിയത് മുതൽ ഒരു ജനതയുടെ തന്നെ വിശ്വാസവും പ്രതീക്ഷയും അയാളിൽ മാത്രമായി. 7-ാം നമ്പർ ജേഴ്സിയിൽ ഒരു ജനതയുടെ സ്വപ്നം സഫലമാക്കാൻ അയാൾ ഓടാൻ തുടങ്ങിയിട്ട് ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 6-ാം വേൾഡ് കപ്പിന് വേണ്ടി അയാൾ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണ പോരാട്ടത്തിന് അയാൾ ഒറ്റക്കല്ല, മികച്ചൊരു താരനിരയുമായി തന്നെയാണ് അയാൾ വരുന്നത്. അപ്പോൾ പ്രതീക്ഷകളേറെയുമാണ്. 2016 വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് യൂറോപ്യൻ മണ്ണിൽ യൂറോ കപ്പ് റൊണാൾഡോ പോർച്ചുഗലിന് നേടിക്കൊടുത്തപ്പോൾ അന്ന് ലോകം കണ്ടതാണ് റൊണാൾഡോക്ക് കീഴിൽ പോർച്ചുഗൽ എത്രത്തോളം ശക്തരാണ് എന്നത്. അന്ന് ഫ്രാൻസിന്റെ മണ്ണിൽ പോയി ഫൈനലിൽ ഫ്രാൻസിനെ തന്നെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു അവരുടെ ആധിപത്യം. എന്നാൽ വേൾഡ് കപ്പുകളിലേക്ക് വരുമ്പോൾ ഓരോ വേൾഡ് കപ്പ് കടന്നു പോകുമ്പോഴും ക്രിസ്ത്യാനോക്ക് കീഴിൽ പോർച്ചുഗലിന് വലുതായൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. 2026 അമേരിക്കൻ വേൾഡ് കപ്പ് മുൻപിലോട്ട് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയാണ് പോർച്ചുഗൽ ആരാധകർക്ക്. അത് 2026 വേൾഡ് കപ്പിന് വേണ്ടി പോർച്ചുഗൽ സ്ക്വാഡ് വരുന്നത് ഇങ്ങനെയാണ്. ഗോൾ വലക്ക് മുമ്പിൽ അവരുടെ പ്രതീക്ഷയെല്ലാം അർപ്പിച്ച് കാവൽ മാലാഖയായി ഡിയാഗോ കോസ്റ്റ. പ്രതിരോധ കോട്ട തീർക്കാൻ ബെനിഫിക്കൻ താരമായ റോജോയും സെമെഡോയും. അവർ കൂടാതെ മാഞ്ചസ്റ്റർ സിറ്റി ഡിഫൻസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന റൂബൻ ഡിയാസ്. പിന്നെ PSG നിലവിലെ വിംഗ് ബാക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ച് UCL തന്റെ വീര്യം അറിയിച്ച താരം അത് ന്യൂനോ മെൻഡസ്. അയാളുടെ വീര്യമാരാൻ സ്പെയിനും പോർച്ചുഗലും ഏറ്റുമുട്ടിയ നാഷണൽ ലീഗിന്റെ ഫൈനൽ മാത്രം കണ്ടാൽ മതി. അത് ഒരുപാട് വാക്കുകളുമായി സ്പെയിൻ താരമായ ലാമിൻ യമാൽ വന്നപ്പോൾ മത്സരത്തിനുടനീളം ലാമിൻ യമാലിനെ പിടിച്ചു നിർത്തിയത് അയാൾ തന്നെയായിരുന്നു. പിന്നെ ബാർസയുടെ താരമായ ജാവോ കാൻസെലോയും എന്നിവരടങ്ങുന്ന മികച്ചൊരു പ്രതിരോധ കോട്ടവുമായി തന്നെയാണ് പോർച്ചുഗൽ വരുന്നത്. മധ്യനിരയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ചെകുത്താന്മാരെ മുന്നിൽ നിന്ന് നയിക്കുന്ന അവരുടെ ക്യാപ്റ്റൻ, അവരുടെ നായകൻ ബ്രൂണോ ഫെർണാണ്ടസ്. PSG മിഡ്ഫീൽഡറിൽ ഫുട്ബോൾ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന വിക്ടിന. അത് വിക്ടിന എന്താണെന്ന് PSG UCL മാച്ചുകൾ കണ്ടവർക്കറിയാം. അതേ PSG മധ്യനിരയിൽ കളിക്കുന്ന ജാവോ നെവസ്. സിറ്റിക്ക് വേണ്ടി മധ്യനിര ഭരിക്കുന്ന ബെർണാർഡോ സിൽവ. അതേ സിറ്റി ടീമിൽ നിന്നും മാത്യൂസ് ന്യൂനസ്. കൂടാതെ അൽ ഹിലാൽ താരമായ റൂബൻ നെവാസും. പോർച്ചുഗൽ സ്ക്വാഡ് കാണുമ്പോൾ എതിരാളികളെ ഭയപ്പെടുത്തുന്നത് ആ മധ്യനിര തന്നെയാണ്. മികച്ച താരങ്ങളുമായി ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന മധ്യനിര തന്നെയാണ് പോർച്ചുഗലിനുള്ളത്. നെറ്റോ, റാമോസ് എന്നിവരിൽ തുടങ്ങുകയാണ് പോർച്ചുഗലിന്റെ ഫോർവേഡേഴ്സ്. ആദ്യം ജാവോ ഫെലിക്സ്. പോർച്ചുഗലിൽ റോണോക്ക് കൂടെ ചരിത്രങ്ങൾ തീർക്കാൻ കഴിയുന്ന താരം തന്നെയാണ് ജാവോ ഫെലിക്സ്. പിന്നെ വിങ്ങുകളിൽ മികച്ച പ്രകടനം കൊണ്ട് സ്പീഡ് കൊണ്ടും എതിരാളികളെ തകർത്തെറിയാൻ പറ്റുന്ന റാഫേൽ ലിയോ. അവിടെയും പോർച്ചുഗൽ ആരാധകരുടെ പ്രതീക്ഷ ഏറെയാണ്. ഓരോ താരങ്ങളുമായി ഓരോ പൊസിഷനിലും അവർ സമ്പന്നരായി കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപുള്ള വേൾഡ് കപ്പുകളിലെ പോർച്ചുഗലിന്റെ സ്ക്വാഡ് എടുത്താൽ ഒരു കാര്യം വ്യക്തമായി തന്നെ പറയാം. പോർച്ചുഗലിന്റെ എക്കാലത്തെ മികച്ചൊരു സ്ക്വാഡുമായി തന്നെയാണ് 2026 വേൾഡ് കപ്പിലേക്ക് പോർച്ചുഗൽ വരുന്നത്. താരങ്ങൾ കൊണ്ട് സമ്പന്നമായി മികച്ച പ്രതീക്ഷകളുമായി പോർച്ചുഗൽ വരുമ്പോൾ ഇനി വരുന്നത് അവരെ നയിക്കാനുള്ള അവരുടെ നായകനാണ്. ഇനി അവരുടെയൊക്കെ രാജാവ്, പ്രായം തളർത്താത്ത പോരാളി. ഇന്നും അയാളുടെ പ്രായം വെച്ച് അളക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, ഇതിനു മുമ്പ് ഒരു സ്പാനിഷ് യുവതാരം അതിന് ശ്രമിച്ചതാണ്. ഒറ്റ രാത്രി കൊണ്ട് അതിനുള്ള മറുപടി അയാൾ നൽകി. അത് വിമർശകരുടെ വിമർശനങ്ങളെ ഇന്ധനമാക്കി കൂടുതൽ ഊർജത്തോടെ അതിനൊക്കെ മറുപടി നൽകുന്ന പോർച്ചുഗൽക്കാരുടെ നായകൻ, അവരുടെ സ്വപ്നം സാഫല്യമാക്കാൻ വേണ്ടി പട നയിക്കാൻ വേണ്ടി വന്നവൻ. 1985 ഫെബ്രുവരി 5 പറങ്കികളുടെ നാട്ടിൽ പിറവി കൊണ്ട ആ പയ്യന് ഇന്നൊരു ജനതയുടെ വിശ്വാസം പിടിച്ചു പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ നിസ്സാരക്കാരനല്ല. 41-ാം വയസ്സിൽ ആ രാജ്യത്തിന്റെ 6ാമത് വേൾഡ് കപ്പ് കളിക്കാൻ അവരുടെ ക്യാപ്റ്റനായി അയാൾ തന്നെ വരുമ്പോൾ ഏത് രാജ്യക്കാരും ഒന്ന് ഭയക്കണം. എല്ലാം നേടിയെടുത്തവനാണ് അയാൾ. ചാമ്പ്യൻസ് ലീഗുകളും പ്രീമിയർ ലീഗുകളും ലാലിഗയും അങ്ങനെ നേടേണ്ടതെല്ലാം അയാളുടെ കയ്യിലുണ്ട്. ഗോൾഡൻ ബൂട്ടും ബാലൻഡിയറും എല്ലാം നേടിയ അയാൾക്ക് ഇനി വേണ്ടത് വേൾഡ് കപ്പ് മാത്രമാണ്. അത് ഒരുപക്ഷെ അയാളുടെ അവസാന വേൾഡ് കപ്പിനാണ് അയാൾ ബൂട്ട് കെട്ടുന്നത്. ആ വേൾഡ് കപ്പ് അയാളുടെ നാട്ടിലേക്ക് അയാൾ തന്നെ നേടട്ടെ എന്ന് നാം ആശംസിക്കുകയാണ്.